നമസ്കാരം. ഇന്ന് നമ്മൾ കാപ്പിക്ക് ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾക്കത് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനെന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത്, ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്, കുറച്ച് കശുവണ്ടി വേണം, ഏലക്ക ആവശ്യമുണ്ട്, കുറച്ച് ഉണക്കമുന്തിരിയും ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് വെർമിസെല്ലിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തീരെ നൈസായിട്ടുള്ള വെർമിസെല്ലിയാണ്. ഇനി ഇതല്ലാത്ത നമ്മൾ സാധാരണ വാങ്ങുന്നതും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട നമുക്ക് പഞ്ചസാരയും ഏലക്കായും ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് കശുവണ്ടി, വെർമിസെല്ലി, മുന്തിരി അതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഏത്തപ്പഴവും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം നെയ്യൊന്ന് ചൂടായിട്ട് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെർമിസെല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിന്നായ വെർമിസെല്ലി ആയതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് ഇളക്കി എടുക്കുന്നത്. അല്ലാതെ ഇച്ചിരി കട്ടി കൂടിയതാണെങ്കിൽ അത് സെപ്പറേറ്റ് നമ്മൾ വറുത്ത് മാറ്റണം. ഇതൊന്ന് റോസ്റ്റഡ് വെർമിസെല്ലിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഈ ഏത്തപ്പഴം നുറുക്കിയതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴവും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി തീ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ടാണ് നമ്മളിനി പാലൊക്കെ മുട്ട അടിച്ചതൊക്കെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും വെർമിസെല്ലിയും മുന്തിരിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയും പഞ്ചസാര, ഏലക്കപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പഴമൊക്കെ നമുക്ക് ഇത് എല്ലായിടത്തും ഒന്നാവത്തക്ക രീതിയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, നമ്മൾ 3 മുട്ടയ്ക്ക് 3 ഏത്തപ്പഴമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ദോശക്കല്ല് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് വേണം അതിൻ്റെ ഫ്ലെയിം ഇടാനായിട്ട്. അപ്പോൾ നമുക്കിത് നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. തീ കുറച്ചിട്ടു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിതൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് ഒരു സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമത്തി വെക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ശ്രദ്ധയോടുകൂടി സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്കൊന്നും കൂടി ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് തിരികെ വെക്കാം. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ടതില്ല. ലൈറ്റ് ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മറുവശം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മണി കാപ്പിക്ക് പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. എളുപ്പമാണ്. ഓക്കെ.